ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മന്ത് ഒക്കെ ആയിട്ടോ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോസ്. അപ്പൊ നമ്മൾ ഒരു മാസമൊക്കെ ആയി നമ്മൾ ട്രിപ്പ് വന്നിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഈ ഓണ വെക്കേഷൻ ഒരു ട്രിപ്പ് പോവാന്ന്. ബൈ ദ വേ നമ്മൾ വന്നിരിക്കുന്നത് കൂർഗിലേക്കാണ്. പക്ഷെ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയുന്നത് കൂർഗല്ല. അത് എവിടെയാന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ നൈറ്റാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കൂർഗിൽ എത്തി. അപ്പൊ ഞാൻ സെക്കൻഡ് ടൈമാണ് കൂർഗിൽ വരുന്നത്. അപ്പൊ കൂർഗിൽ നമ്മുടെ ഇവിടെ ഹോം സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി അടുത്ത് നമ്മള് എവിടെയാ സ്റ്റേ ചെയ്തെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ തലേ ദിവസം. അങ്ങനെ നമ്മൾ കൂർഗിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴി തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി. പിന്നെ ആമോസിന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തതാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചിരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. കൂർഗിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൂർഗിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പാർട്ട്മെൻറ്റും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഇതാണ്. ഇവിടെ 3 റൂമായിട്ടാണുള്ളത്. പിന്നെ കിച്ചൺ ഉണ്ട്, ഹാളുണ്ട്, അങ്ങനെ എന്താ പറയുക, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയി നമ്മളിവിടെ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മളിതാ ഈ റൂമിലേക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ കൂർഗിൽ കുറച്ച് കാഴ്ചകൾ കണ്ട് നേരെ ചിക്കമംഗ്ലൂർ, അവിടെ നിന്ന് പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങൾ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. കൂർഗിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തു. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഫുൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക അലമ്പായിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. പിന്നെ നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കണ്ട, ഒരുപാട് നല്ല രസമുള്ള ചെടികളൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്കിനി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞാൻ വിചാരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളിലും അതുപോലെ തന്നെ എലിഫൻറ്റ് ക്യാമ്പിലും പോകാമെന്നാണ് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ പോയിട്ടുള്ളതാണ്. പക്ഷേ എലിഫൻറ്റ് ക്യാമ്പിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ ഗോൾഡൻ ടെമ്പിളിലാണ് പോയിട്ടുള്ളത്. പക്ഷേ ജോ ബേബിയും പിക്കും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമ്മുടെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താലോ. റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ വന്ന് കൂർഗിൽ ആദ്യത്തെ സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എലിഫന്റ് ക്യാമ്പ്. അപ്പൊ ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു ഇങ്ങോട്ട് വരുന്നത്. സുജിത് ഭക്തന്റെ വ്ളോഗ് ഒക്കെ ഉണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം മുമ്പ് ഇവിടെ ഒരു ഇൻസിഡന്റ് നടന്നു. അതായത് എലിഫന്റ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ എലിഫന്റ് ക്യാമ്പിൽ പോയി നമുക്ക് ആനേനെ ഫീഡ് ചെയ്യാനും വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 3 മാസം മുമ്പ് ക്ലോസ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ആനകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. അതിന്റെ ഇടയിൽ പെട്ട ഒരാൾ മരിച്ചു. അപ്പൊ അതിന് ശേഷം അങ്ങോട്ട് പെർമിഷൻ ഇല്ലത് ഗവൺമെന്റിന്റെ ആണ്. പിന്നെ ഉള്ളത് ഈ കയാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ കയറണമെങ്കിൽ നമ്മുടെ ആമൂസിന് പറ്റില്ല. ഒരു 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു 7 കിലോമീറ്റർ നമുക്കിതാ ഇതിൽ കൂടെ കൊണ്ടുപോയിട്ട് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. ഈ എലിഫന്റ് ക്യാമ്പ് പറ്റില്ല, പക്ഷെ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ ആമൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനും ജോബയും പിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ദുബാര എലിഫൻറ്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ എലിഫൻറ്റ് ക്യാമ്പ് കർണാടകയിലെ വനവകുപ്പും ജംഗിൾ ലോഡ്ജ് ആൻഡ് റിസോർട്ട്സും കൂടി ചേർന്നിട്ടാണ് നടത്തുന്നത്. ഇതിന് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസിനും. മെയിനായിട്ട് ആദ്യം ഉണ്ടായിരുന്നത് എലിഫൻറ്റ് ബാത്തിങ് ആണ്. അതായത് നമ്മുടെ ഈ കാവേരി നദിയിൽ നമുക്ക് ആനകളെ കുളിപ്പിക്കാനും സോപ്പ് വെപ്പിക്കാനും തേച്ച് കഴുകാനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എലിഫൻറ്റ് ഫീഡിങ്, ആനയ്ക്ക് നമുക്ക് ശർക്കര, റാഗി, കരിമ്പ്, പഴം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫുഡായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ റിവർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പിലേക്ക് നമുക്ക് കാവേരി നദിയിലൂടെ ബോട്ടിൽ പോകാൻ പറ്റും.
പിന്നെ റിവർ റാഫ്റ്റിംഗ് ആണ്. ഇതൊരു സാഹസികമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ മണാലി പോയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ മണാലി പോയപ്പോഴും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡേഞ്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആമോസിന് പറ്റില്ല. 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് അലൗഡ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്താ പറയുക, ഇതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ കുറേ നേരം അവർ നമുക്ക് പറഞ്ഞൊക്കെ തന്നിട്ടാണ് കേട്ടോ. ഏകദേശം 850 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പറ്റില്ല, ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ ഒരു 7 കിലോമീറ്റർ ഈ കാവേരി നദിയിൽ കൂടെ പോയിട്ട് ഒരു വാട്ടർഫോൾസിലേക്ക് എത്തും. ചില സമയത്ത് ഇത് മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഭയങ്കര അഡ്വഞ്ചർ തന്നെയാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ടൈം എന്ന് പറയുന്നത് 9 മണി തൊട്ട് 11 മണി വരെയാണ്. പിന്നെ 4:30 തൊട്ട് 5:30 വരെയാണ് നമുക്ക് ഈ ആനകളുടെ ആക്ടിവിറ്റീസ് ഉള്ളൂ. പക്ഷേ ഇപ്പം ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ട് തന്നെ ഈ ആക്ടിവിറ്റി ഒരു 3 മാസമായിട്ട് നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ റിവർ റാഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. തിരിച്ചു പോവാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ ചിക്കമംഗ്ലൂർക്കാണ് പോകുന്നത്. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ നമുക്ക് കാണാം. പിന്നെന്താ, ഇവിടെ കുറച്ച് ആന്റിക് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സോ നമുക്കിനി പോവാം. നമ്മൾ രണ്ടാമത് വന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഗോൾഡൻ ടെമ്പിൾ ആണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബുദ്ധ ടെമ്പിൾ ആണ്. നമുക്ക് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാം. കൂർഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട മറ്റൊരു സ്ഥലമാണ് നംദ്രോളിംഗ് മൊണസ്ട്രി, അതായത് കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ എന്നാണിത് പൊതുവെ അറിയപ്പെടുന്നത് കേട്ടോ. ഇത് കൂർഗിലെ കർണാടകയിലെ മൈസൂരിനും മടിക്കരയ്ക്കും ഇടയിൽ കുശാൽ നഗറിനടുത്തുള്ള ബക്കലപ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ ബൗദ്ധിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന ഗോൾഡൻ ടെമ്പിൾ. ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഈ ടെമ്പിളിന്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ 1963 പെമ നോർബു റെംപോച്ചയാണ് നമ്മുടെ ഈ ആശ്രമം സ്ഥാപിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് ആൾക്കാർ ടിബറ്റിലേക്ക് പലായനം ചെയ്ത സമയത്ത് അവിടുത്തെ സന്യാസിനിമാരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഈ ആശ്രമത്തിൻ്റെ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, പറഞ്ഞങ്ങോട്ട് തീരില്ല. അതുപോലത്തെ അധികം കാര്യങ്ങൾ നമ്മുടെ ഈ എന്താ പറയുക ആശ്രമത്തോടനുബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ ബുദ്ധ പഠന കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ ഗോൾഡൻ ടെമ്പിൾ. ഈ ടെമ്പിളിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് നമുക്ക് ലാമമാർ പഠിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ അവർ താമസിക്കുന്ന സ്ഥലമൊക്കെ കാണാനായിട്ട് പറ്റും. ഏകദേശം 5000-ഓളം ലാമമാരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന്, ഭൂട്ടാനിൽ നിന്ന്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇതാണ് അവരുടെ കോളേജും കാര്യങ്ങളൊക്കെ. ചെറിയ കുട്ടി ലാമകൾ തൊട്ട് വലിയ ലാമകൾ വരെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചപ്പൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പുറത്ത് നമുക്ക് ചപ്പൽ വെക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. 3 രൂപയാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഗൂഗിൾ പേ പറ്റില്ല, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. നിങ്ങൾ വരുമ്പോൾ എന്തായാലും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഗോൾഡൻ ടെമ്പിളിൽ എന്തുകൊണ്ടാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 3 ബുദ്ധ പ്രതിമകൾ ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് അവരുടെ തിളക്കവും ഭംഗിയും കണ്ടിട്ടാണ് ഇതിന് ഗോൾഡൻ ടെമ്പിൾ എന്ന് പേര് വന്നത്. ഇതുവരുടെ പ്രെയർ ടൈമാണ് കേട്ടോ. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് വിസിറ്റേഴ്സിനെ ഇവിടെ അലൗ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറ്റില്ല കേട്ടോ നമുക്ക് വിസിറ്റേഴ്സിനെ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡൊണേഷൻ ബോക്സുകളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാ നമ്മൾ ചെന്ന സമയത്ത് അവിടെ പ്രയറിങ് സമയമായിരുന്നു. ഈ
ടെമ്പിളിനോട് ചേർന്നിട്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വേറെ ടെമ്പിളുകളുണ്ട്. അപ്പോൾ അവിടെ പല തരത്തിലുള്ള പ്രയറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാ നമ്മളതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾ കൂർഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നമ്മൾ സാധാരണ മൂവീസിൽ മാത്രമായിരിക്കും ഇങ്ങനത്തെ ലാമകൾ കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഓൾറെഡി ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടാണ് ജോ ബേബീനെയും പിക്കുവിനെയും കൊണ്ടുവന്നത്. കാരണം ഞാൻ ഓൾറെഡി പോയതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ടെന്ന്. അങ്ങനെ നമ്മൾ ലാമകളെയൊക്കെ കണ്ടു. നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.